എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നുമില്ല. അത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളിൽ ആദ്യം ഉപയോഗിച്ചിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഇത് നല്ല ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ടാൻ റിമൂവ് ചെയ്യാനും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന 2 സാധനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതിന് ആദ്യമായിട്ട് വേണ്ടത് പച്ചരിയാണ്. പച്ചരി ഒന്ന്, പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളോ നമ്മുടെ പച്ച മഞ്ഞളോ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ എടുക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാവേ. പച്ചരി എടുത്ത് നന്നായിട്ട് നിങ്ങൾ കഴുകിയതിന് ശേഷം ഡ്രൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് പൗഡറാക്കി എടുക്കണേ. ഇത് ഫൈനായിട്ട് നന്നായിട്ട് പൊടിക്കണം. നല്ലതായിട്ട് പൊടിക്കണം. ഇല്ലെങ്കിൽ അതിന് തരികളുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാൻ ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അതുപോലത്തെ അല്ല, കസ്തൂരി മഞ്ഞൾ പൊടിയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ തന്നെ അടിപൊളി ഒരു ഫേസ് വാഷ് റെഡിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ ഇത് ഫുള്ളും കാണണം, എന്നാലേ അറിയുള്ളൂ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലും നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വാഷ് ചെയ്ത് കളയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ. പച്ചരി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇവിടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. നിങ്ങൾക്കറിയാലോ കൊറിയൻ സ്കിൻ സീക്രട്ട്, അതിൽ മെയിനായിട്ടും ചേർക്കുന്ന ഈ പച്ചരിയാണ് കേട്ടോ. പച്ചരിയുടെ ഗുണങ്ങൾ അത്രയ്ക്കും അടിപൊളിയാണ്. പച്ചരിയുടെ ജ്യൂസ് എടുത്താൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഈ മിക്സ് എടുക്കുന്നുണ്ട്. ഞാൻ ഇട്ടപ്പോൾ ഒരു കാര്യം പറയട്ടെ, മഞ്ഞൾ കുറച്ച് കൂടിപ്പോയി തട്ടിയപ്പോഴേ. കുറച്ച് മഞ്ഞൾ മതി. ഇപ്പോൾ ഒരു 5 സ്പൂണ് പച്ചരിയാണ് നമ്മൾ പൊടിച്ചത് ചേർക്കണമെങ്കിൽ 1 സ്പൂണ് മാത്രം മതി മഞ്ഞൾ കേട്ടോ. എനിക്കിപ്പം കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് ആ ടിൻറ്റ് കുറച്ച് കൂടി നിൽക്കുന്നത്. എന്നിട്ട് നമ്മളിത് ചേർക്കേണ്ടത് വെള്ളമില്ലേ, പച്ചവെള്ളം, അത് ചേർത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലോ തൈരോ ആഡ് ചെയ്യാം. പക്ഷേ ആവശ്യമേ ഇല്ല, പച്ചവെള്ളം മാത്രം ചെയ്താൽ മതി. കാരണം നമ്മൾ ഫേസ് വാഷല്ലേ ചെയ്യണത്. അപ്പോൾ കുറച്ച് പച്ചവെള്ളം മാത്രം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറിയ ലൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയിട്ട് ചൂട് കുറവുണ്ടോ, അതോ നല്ല മഴയാണോ? നമ്മുടെ അവിടെ നല്ല മഴയെന്ന് വെച്ചാൽ കുറച്ച് നേരം കിട്ടി, ഒരു 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നീട് വീണ്ടും ചൂടാണ്. രാവിലെ ആകുമ്പം പിന്നെയും നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാവും. പിന്നെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. മഴ പെയ്യുമ്പം കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾ തട്ടിയപ്പോൾ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് ടിൻറ്റ് കൂടുതലായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അതേ ഇതിൽ തന്നെ ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുക. പതുക്കെ സ്ക്രബ് ചെയ്താൽ എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് വയ്ക്കാം. ഞാൻ 2 മിനിറ്റ് ഒന്നും വയ്ക്കുന്നില്ല. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യണത്. ഞാൻ വാഷ് ചെയ്ത് കേട്ടോ. നമ്മുടെ സാധാ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് വാഷിനേക്കാൾ ഇത് അടിപൊളിയാണ്. ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മോർണിംഗ് മാത്രം ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ പുറത്തൊന്നും പോയി അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അധികം അഴുക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പുറത്ത് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാമെന്നാണ്. ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ ഞാൻ മഞ്ഞൾ കൂടിയോണ്ടാണ് ആ ടിൻറ്റ് കുറച്ച് കൂടി നിൽക്കണേ കേട്ടോ. ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ഇനി ചേർക്കുകയോ മിക്സ് ചെയ്ത് വെക്കും. അപ്പം കറക്റ്റാവും, നോർമലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും ട്രൈ ചെയ്യൂ. ബൈ.